നിതീഷ് കുമാറിന്റെ ബീഹാർ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമോ അതോ തേജസ്വി യാദവ് പുതിയ യാത്ര ആരംഭിക്കുമോ എന്നത് ഇന്നറിയാം. രണ്ട് ഘട്ടങ്ങളായി നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ പൂർണ്ണ ചിത്രം അറിയാൻ കഴിയും. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ഈ നിമിഷത്തിൽ രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ പക്കലില്ലെന്നും നശിപ്പിച്ചെന്നും വ്യക്തമാക്കി ഡൽഹി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലം പരാമർശിക്കുന്ന മാധ്യമ റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ട് കുറിപ്പുമായി രാഹുൽ ഗാന്ധി എത്തുകയാണ്. ബീഹാർ അടക്കം സംസ്ഥാനങ്ങളിൽ വോട്ടുകൊള്ള പരാതികൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ മുമ്പത്തെ പോസ്റ്റും രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി. വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രമക്കേടുകൾ ഒരു വ്യക്തി ഒരു വോട്ട് തത്വത്തിന്റെ ലംഘനമാണെന്നും വോട്ട് കൊള്ളയ്ക്ക് ഉദാഹരണമാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഓഗസ്റ്റ് മുതൽ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിൽ നിർത്തി വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച് 3 വാർത്താ സമ്മേളനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിക്കാനിരിക്കെ നവംബർ 5-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചത് വോട്ട് അട്ടിമറിയിലൂടെയാണെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. ഹരിയാനയിലെ വോട്ടർ പട്ടികയിലെ 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷത്തിലേറെയും വ്യാജ വോട്ടർമാരാണെന്നായിരുന്നു രാഹുലിന്റെ വെളിപ്പെടുത്തൽ. 5.21 ലക്ഷം ഇരട്ട വോട്ടുകളാണ്. 93,174 വോട്ടുകൾ വ്യാജ വിലാസങ്ങളിലാണ്. 19.26 ലക്ഷം ബൾക്ക് വോട്ടുകളാണ്. വോട്ടർ പട്ടികയിലെ 8-1 തട്ടിപ്പാണ്. ഫയൽസ് എന്ന പേരിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷണത്തിലൂടെയാണ് BJP ജയിച്ചതെന്നും രാഹുൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയെയും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 22,779 വോട്ട് മാത്രമാണ് കോൺഗ്രസും BJPയുമായുള്ള വ്യത്യാസം. ആകെ വോട്ട് വ്യത്യാസം 1.12 ലക്ഷം മാത്രം. ഒരു സ്ത്രീയുടെ ഫോട്ടോ തന്നെ 223 വോട്ടർമാരുടേതായി ഉപയോഗിച്ചു. 1.24 ലക്ഷം വോട്ടുകളിൽ വ്യാജ ഫോട്ടോയാണ്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരെ ഇത്തരത്തിൽ ഉപയോഗിച്ചു. വ്യാജ വോട്ടുകൾ തിരിച്ചറിയാൻ കമ്മീഷൻ പ്രത്യേക സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടില്ല. BJPയെ സഹായിക്കാനാണിത്. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ ഹരിയാനയിൽ 73 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലായിരുന്നു. BJP 17 മാത്രമാണ് ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ ബാലറ്റ് വോട്ട് എണ്ണിയപ്പോൾ BJP 48 സീറ്റ് നേടിയെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. തേജസ്വി യാദവുമായി ചേർന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചിരുന്നു. 2 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 17-ന് ബീഹാറിലെ സാസാറാമിൽ നിന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യാത്ര ആരംഭിച്ചത്. 2022 ഭാരത് ജോഡോ യാത്രയെയും 2024 ജനുവരിയിൽ നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെയും അനുസ്മരിക്കും വിധം ഒരു യാത്ര, വോട്ടർ അധികാർ യാത്ര. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യാത്ര. BJP നടത്തിയ വോട്ട് മോഷണവും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും തുറന്നുകാട്ടി ആ കുറ്റകൃത്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര. എന്തായാലും ഇന്നാണ് ജനവിധി അറിയുന്നത്. വെളിപ്പെടുത്തലുകൾ അത് എത്രത്തോളം ജനമനസ്സുകളിൽ സ്വീകരിച്ചുവെന്നുകൂടി തെളിയിക്കുന്ന വിധിയാണിത്.